ചില ആളുകളുണ്ട്, അവരിങ്ങനെ ഞങ്ങൾ ശൈഖാണ്, ഞങ്ങൾ മുറബ്ബിയാണ്, ഞങ്ങൾ ഔലിയാക്കളാണ് എന്നൊക്കെ വാദിച്ച് നടക്കുന്ന ചിലർ ഉണ്ട്. അങ്ങനെയുള്ള വാദക്കാര് നാട്ടിലൊക്കെ ചെന്ന് ഏജന്റുമാരായിട്ട് ഞങ്ങളെ ശൈഖിനെ സ്വീകരിക്കണം എന്ന് വഅദ് പറയും. ശൈഖ് വരുന്നതിന് മുമ്പ് എല്ലാവരും സജ്ജാദ പ്രത്യേക വിരിപ്പൊക്കെ വിരിച്ചിട്ട് ശൈഖിന് വേണ്ടി കാത്തു നിൽക്കും. മുതലാളിമാരോട് ശൈഖിൻ്റെ പവർ പറഞ്ഞ് പൈസ വാങ്ങും. ഇങ്ങനെയുള്ള ചില വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്കെതിരിൽ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. പുതിയൊരു കിതാബ് എഴുതാൻ കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. അൽ ഫതൂർ റബ്ബാനി വായിച്ച് കുടുങ്ങിയതുപോലെ അതിലും വലിയ കുടുക്കാപ്പം കുടുങ്ങാൻ പോണ്. ഇയാൾ വായിച്ച കിതാബ് നമ്മളെടുത്ത് ഇല്ല എന്നാ മനസ്സിലാക്കണ വിലക്ക്. ഞാൻ നമ്മളെ സാവിയയിൽ ചെന്ന കാലത്ത് അതിൻ്റെ ആദ്യകാലത്ത് മുത്വാലഅ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച് ശൈഖുന തന്ന കിതാബാണ് റദുഉൽ ഫുഖറ അൻ ദഅവൽ വിലായത്തിൽ കുബ്ര എന്ന ഈ ഗ്രന്ഥം. ഇയാൾക്ക് തേടുന്ന കിട്ടിന് മിനിയാന്ന് കൊടുത്തു. അങ്ങനെ അക്കിതാബേറ്റ് ഇങ്ങോട്ട് വന്നതാ. ഇപ്പൊ പൂനൂരിൽ മാത്രമല്ല, പാനൂരിലും അതാ വായിച്ച്. പാനൂരിലുള്ള ഒരു മൂസസ്താന്റെ ഉറൂസ് പറഞ്ഞ ഇയാൾ വന്നിരുന്നു, അവിടെയും ഈ കിതാബാ വായിച്ച്. അതേപോലെ തന്നെ ഒന്ന് പിന്നെ അയാൾ വായിച്ചാൽ ഇതിങ്ങനെ പേളകമായി എല്ലായിടത്തും ഇങ്ങനെ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്നവർ, ശൈഖാണെന്ന് വാദിക്കുന്നവർ ഇങ്ങനെ കുറെ ഇബാറത്തുകൾ ഇങ്ങനെ വായിച്ചു. എന്താ സംഭവം? അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ആരെ പേരിലാ പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി അൽ ഖുത്ബുർ റബ്ബാനി. ആരാ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ? എല്ലാ ഇൽമിലും എല്ലാ വിജ്ഞാന ശാഖകളിലും അഗാധ ജ്ഞാനമുള്ള ആ നാട്ടിലെ ഖാദിയായ മുദർരിസായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ. പക്ഷേ ആ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ ആത്മീയ ഗുരുവായി സ്വീകരിച്ചത് ആരെയായിരുന്നു? അവര് പറയുന്നുണ്ട്, എന്റെ ശൈഖ് ബഹുമാനപ്പെട്ട സയ്യിദി അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. ഷഅറാനി ഇമാമിനെ നിങ്ങൾക്ക് എങ്ങനെ പറ്റിയ? നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് മിനിയാന്ന് ഇടിയങ്കരിയിൽ വെച്ച്? ശൈഖാവണമെങ്കിൽ ഇൽമു വേണം, ശൈഖാവണമെങ്കിൽ ദർസിൽ പോകണം, അല്ലാത്തവരെ ശൈഖാക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഈ ഷഅറാനി ഇമാമിനെ എങ്ങനെ ഉൾക്കൊള്ളുക? ഷഅറാനി ഇമാമിന്റെ ആത്മീയ ഗുരുവാരാണോ? അലിയുൽ ഖവാസ് തങ്ങളാണ്. അലിയുൽ ഖവാസ് തങ്ങളെ കുറിച്ച് മിനനിൽ പറയുന്നത്, എന്റെ ശൈഖ് ഉമ്മിയുൻ ലാ യഖ്റഉ വലാ യക്തുബ്, എഴുതൂല്ല വായിക്കൂല്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. അന്നബിയിൽ ഉമ്മിയി എന്നല്ലേ? ഉമ്മിയായ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ തങ്ങൾക്ക് അല്ലാഹ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. സൃഷ്ടികളിൽ അധ്യാപകരില്ല, അതിന്റെ ആവശ്യം അവർക്കില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഉമ്മിയായ ശൈഖാണ് അലിയുൽ ഖവാസ് തങ്ങൾ. നിങ്ങൾ പറഞ്ഞ ഉസൂൽ അനുസരിച്ച് അലിയുൽ ഖവാസ് തങ്ങളെ എങ്ങനെ ശൈഖാക്കും ഇമാം ഷഅറാനി തങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് ഷഅറാനി ഇമാമിനെ വായിക്കാൻ തന്നെ നിങ്ങൾക്ക് പറ്റൂല. മാത്രല്ല അൽ മിനനുൽ കുബ്ര ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദമായി കണ്ണിലെ ലതായിഫുൽ അഖ്ലാഖ് എന്ന ഈ കിതാബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, മശായിഖന്മാരില്ലാതെ ശൈഖുമാരില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ശൈഖിൻ്റെ കൂടെ കൂടിയപ്പോഴാണ്. കണ്ടില്ലേ നിങ്ങൾ 104-ാമത്തെ പേജ് അൽ മിനനുൽ കുബ്ര. വലമ്മ തഹഖഖ ബിഅന്നൽ ഇൻസാന ലാ ബുദ്ദ ലഹു മിൻ ശൈഖിൻ ഇല്ലാ ഹീന ജതമഅതു ബിഹാഉലാഇൽ അസിയാഖ്. മശായിഖന്മാരോട് ഞാൻ ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഒരു മനുഷ്യനാണെങ്കിൽ അവന് മുന്നോട്ട് പോകുമ്പോൾ ഒരാത്മീയ ഗുരുവായ ശൈഖ് വേണം എന്നെനിക്ക് മനസ്സിലായത്. വകുന്തു ഖബ്ല ദാലിക അഖൂൽ കമാ ഖാല ഗൈരി.
മശായിഖിന്റെ മുന്നിലെത്തുന്നതിന് മുമ്പ് ഞാൻ പറയാറുണ്ടായിരുന്നു, ഹൽ സമ്മ ത്വരീഖുൻ തൂസിലു ഇലാ ഹദറത്തില്ലാഹി തആല ഗൈറൽ അമൽ ബിമാ ബിഐദീനാ മിനശ് ശരീഅ. മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ എന്താ പറഞ്ഞിരുന്നത്, എന്തിനാ നമ്മക്ക് വേറൊരു ശൈഖ്, കിതാബ് പോരെ, നമ്മളെ കയ്യിലുള്ള ഇത് പോരെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഹത്താ വജത്തുൽ അംറ ബിഖിലാഫി ദാലിക, അവരെ സമീപത്തെത്തിയപ്പോൾ അതല്ല ശരിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയോ ഞാൻ വലിയ വലിയ ഇമാമീങ്ങളെ കുറിച്ച് നോക്കിയപ്പോൾ അവർക്കൊക്കെയും മശായിഖുമാരുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ എടുത്തു പറയുന്നുണ്ട്, ഇമാം അഹ്മദ് ബിൻ സുറൈജ് തങ്ങളെ എണ്ണുന്നുണ്ട്, ഇസുദ്ദീൻ തങ്ങളെ എണ്ണുന്നുണ്ട്, അതുപോലെ ഇമാം ഗസാലി തങ്ങളെ എണ്ണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഫഇദാ കാന ഹാദാനി ശൈഖാനി ഖദ് ഇഹ്താജാ ഇല ശൈഖി മഅ സഅതി ഇൽമിഹിമാ ബിശ്ശരീഅ. ഗസാലി ഇമാമും ഇസുദ്ദീൻ തങ്ങളും ശരീഅത്തിൽ അവർക്ക് എത്ര വലിയ ഇൽമുകളുണ്ട്, ആ അവസ്ഥയിൽ തന്നെയും അവർക്ക് ഗുരുവിലേക്ക്, ആത്മീയ ഗുരുവിലേക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫഗൈറുഹുമാ മിൻ അംസാലിനാ മിൻ ബാബി ഔലാ, നമ്മളെപ്പോലെയുള്ളവർക്ക് എന്തായാലും ഒരാത്മീയ ഗുരു വേണം എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളെ പേര് പറയാൻ തന്നെ പേരോട് മൗലവിക്ക് അധികാരമില്ല. കാരണം അവർ ശൈഖുള്ള ആളാ. ശൈഖുള്ള തന്നെ ആരാണ്? ഒരു ദർസിലും പോകാത്ത അലിയുൽ ഖവാസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. നമ്മളെ മശായിഖന്മാര്, ഉമ്മിയായ മശായിഖന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവരല്ല എന്ന് പറഞ്ഞ പേരോടിനെ നമ്മൾ വെല്ലുവിളിച്ചിരുന്നു. എന്താ വെല്ലുവിളി? വരിങ്ങള് ഞമ്മക്കൊന്ന് സംസാരിച്ചു നോക്കാം, വിവരണ്ട് കാരണങ്ങൾ വരി, വിവരല്ല എന്ന് പറയുന്ന അവരെയും ഞങ്ങൾ കൊണ്ടുവരാം. നേർക്ക് നേരെ ജനമധ്യത്തിലിരുന്ന് പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിച്ചു നോക്കാം. വിളിച്ചില്ലേ നിങ്ങളെ? എന്താ നിങ്ങൾ വരാത്തത്? ഇപ്പൊ നിങ്ങൾ വന്നിട്ട് പറയാ കുറച്ച് വാദിക്കുന്ന ആളുകളുണ്ട്. കേട്ടോളൂ, അയാള് പൂനൂരിലും പരിസരത്തൊക്കെ പറഞ്ഞു. ആദ്യം പാനൂരിൽ പറഞ്ഞത് കേൾക്കാം, എന്നിട്ട് പൂനൂരിലേക്ക് വരാം. ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് അൽ മുദ്ദഊൻ, അതേ സൂഫിവാദം വാദിക്കുന്നവർ, അതേ ശൈഖ്വാദം വാദിക്കുന്നവർ, ഞാൻ ഔലിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അത് ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വാദിക്കുന്ന പലരും അവർ ഏജൻസികളെ നിശ്ചയിക്കുകയാണ്. അത്തരത്തിലുള്ള വ്യാജന്മാരെ പറ്റി നല്ല മദ്ഹുകളും കറാമത്തുകളും പറയാനുള്ള, കള്ളം പറയാനുള്ള ആളുകളെ നിശ്ചയിച്ചിരിക്കുകയാണ്. വയഖൂലൂന, എന്നിട്ട് അവർ പറയാണ് ശൈഖുനാ ഹുവ സാഹിബുൽ അസ്ർ, ഞങ്ങളുടെ ശൈഖുണ്ടല്ലോ അദ്ദേഹം സാഹിബുൽ അസ്ർ, ഈ കാലഘട്ടത്തിന്റെ ശൈഖാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകാണ്. വകുല്ലു ദാലിക മസീദത്തുൽ ലിദ്ദുനിയ, അത് മുഴുവനും ദുനിയാവ് നേടിയെടുക്കാനുള്ള ചൂണ്ടലിടലാണ്. അതിലൊന്നും പെട്ടുപോകണ്ട. ആഖിറൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരു കളവ് പറയൂല. എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ പറയൂല, എനിക്ക് തെളിവ് കിട്ടിയതല്ലാതെ പറയൂല. ഞാൻ എന്റെ നാവ് കൊണ്ട് മറ്റൊരാളെ കുറ്റം പറയൂല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് എന്താ ഊക്ക്, നാവ് കൊണ്ട് കളവല്ലാതെ പറയൂല എന്നല്ലേ ശരി. സൈനബ് ബീവി നേല് കണ്ടു എന്ന് ഹദീസ് വായിച്ച് അർത്ഥം വെച്ചത് സത്യ. അതിലേക്കൊക്കെ കടന്ന എത്ര പറയാണ്ട്. അതവിടെ ഇരിക്കട്ടെ. കിതാബ് നല്ല കിതാബാ നിങ്ങൾ വായിച്ചത്, അങ്ങനെ വായിച്ചു തരണം. അപ്പൊ ഇവിടെ ഫത്ഹാവുള്ളൂ. അൽ ഫത്തുർ റബ്ബാനി ഫത്ഹായ പോലെ അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ ഈ കിതാബും ആരാണ് വാദിച്ചു വരുന്നവർ, എന്താണ് അവരുടെ അടയാളം, ഓരോ കാലത്തും സൂഫിയാണെന്നും കാലഘട്ടത്തിന്റെ ശൈഖു സമാനാണെന്നും ശൈഖു മശായിഖുൽ അസ്ർ എന്നും വാദിച്ചു വരുന്നവർ ആരാണ് എന്ന് ഈ കിതാബിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഇമാം ഷഅറാനി സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ഇമാമിനെ, നല്ല കിതാബിനെ അങ്ങ് കിട്ടിയത്. ഞാൻ വായിക്കാം, നിങ്ങളെ വിടാൻ കണ്ടിട്ടില്ല. നമ്മക്കും തന്നെ അത് ഫുള്ള് എത്രയോ കാലം മുമ്പ് ശൈഖുനെ പറഞ്ഞത് മുത്താലയ ചെയ്ത കിതാബാ.
അപ്പം അതിങ്ങനെ വായിച്ചു വരുമ്പോൾ എന്തോ സംഭവമാണെന്ന് സാധു മനസ്സിലാക്കിയതാണ്. ഒന്നുകൂടി അയാൾ വായിക്കട്ടെ. അപ്പോൾ ഒന്നാ പറഞ്ഞ് ചിലർ വരും, അവർ വാദിക്കും, കാലഘട്ടത്തിൻ്റെ മശായിഖുമാരാന്ന് പറയും. ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു. ഇനി ഒന്നുകൂടി അയാൾ വായിക്കട്ടെ, ഒരു ചാൻസും കൂടി. പിഴവിലേക്ക് നയിക്കുന്ന ശൈത്താന്മാര് നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും എവിടെ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമാണ്. വല അംരീ, സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, ഇന്നൽ ഫലാഹീന വഅഹ്ല സനായി അഹ്സനു ഹാലൻ വഅഖറബു ഇലല്ലാഹി തആല മിൻ ഹൗലാഇൽ മുദ്ദഈൻ. ഞാൻ വലിയ ശൈഖാണെന്ന് വാദിച്ചു നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ. അതേപോലെ തന്നെ അള്ളാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് കേട്ടോ. അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും. ഈ ശൈഖ് വാദം വാദിക്കുന്നവര് അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നേരെ അവനവനെ കുറിച്ച് പറഞ്ഞ് നേരെ ഉസ്സാറായിട്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കുക. എന്താ പറഞ്ഞേ? ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന ആളുകൾ, മറ്റ് തൊഴിലെടുക്കുന്ന ആളുകൾ, അവരൊക്കെയാണ് ഈ വിലായത്തും ഈ സൂഫിയത്തും വാദിച്ചു വരുന്ന കാലഘട്ടത്തിൻ്റെ ശൈഖെന്ന് വാദിച്ചു വരുന്ന ആളുകൾ. ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി തങ്ങൾ പറഞ്ഞതാണത്. മനസ്സിലായോ? മലർന്ന് കിടന്ന് തുപ്പുക, നേരെ നെഞ്ചത്തേക്കാ വരുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യം വരെ കറക്റ്റായിട്ട് ഇമാം ഷഹറാനി ചോദിച്ച ചോദ്യമാണിത്. ഒരവസരം കൂടി കൊടുക്കുക. ഒന്നുകൂടി അയാൾ പറയുന്നുണ്ട്, സമ്മതം കിട്ടിയവരിൽ നിന്ന് സമ്മതം കിട്ടിയിട്ടല്ല അവരിറങ്ങിയത്, അവർക്കിങ്ങനെ തോന്നിയതാണ് ഞങ്ങളാണ് കാലഘട്ടത്തിലെ സൂഫികളെന്ന്. പറയട്ടെ ഒന്നുകൂടി. ഇക്കാലഘട്ടത്തിൽ ശരിയായി ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് ശൈഖാകാനുള്ള അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല. ഉറക്കാർക്കുള്ളതല്ല സമ്മതം, ഉറക്കുന്ന കിട്ടേണ്ടതല്ല. അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഈ സാവിയത്തിലിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റി പറയാണ്. ചില സാവിയത്ത് പോയിരിക്കുന്ന ചില ആൾക്കാർ അവരെ സമ്മതം തലാമിതത്തൻ, എന്നിട്ട് അവര് തന്നെ അവർക്ക് കുറെ ശിഷ്യന്മാരെ ഉണ്ടാക്കി. ഇതിനും ലായ്ബറത്തബി, അതിനൊരു പരിഗണന ഇല്ലട്ടോ. അതൊക്കെ കിട്ടേണ്ടവരിൽ നിന്ന് കിട്ടണം. മഹാനവറുകളോട് ചോദിച്ചു, ഇതൊക്കെ ഒറ്റ കിതാബ് എന്നാ വായിക്കണം, എല്ലാം ഒരേ കിതാബ് എന്നാണ്. അതിലൂടെ ഒരു സാവിയാന്ന് കണ്ടിനി. സാവിയാന്ന് കണ്ടപ്പോഴേക്ക് ആ സാവിയത്തിലിരിക്കുന്നവർ ഷഹറാനിമാം പറഞ്ഞ് ഏതോ മൂലയിൽ പോയി ഇരിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷഹറാനിമാം ഇരിക്കുന്ന സാവിയക്കൻ്റെ പേര് സാവിയത്ത് സുഫിയ എന്നാണ്. എത്രയോ നോക്കിയാൽ കാണാം കിതാബിൽ. അങ്ങനെ അവരെ പ്രയോഗമാണ്. അക്കങ്ങളെ പഠിപ്പിച്ചത് ശൈഖുനയാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പം കിതാബിലോടോ സാബിയാൻ്റെ പൈമാനെടുത്ത് തുള്ളുക, ബാക്കി വായിച്ചു തരാനും ഫുള്ളും. ഇനി അടുത്ത് സജ്ജാദ് വിരിയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ പൂനൂർ എന്ന് പറഞ്ഞതാണ്. കൂടി കേട്ടോട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഞാൻ വെറുതെ പറഞ്ഞില്ല. ഇമാം ഷഹറാനി ആ കിതാബിൽ തന്നെ പറഞ്ഞു, വരുമ്പോ ഒരു സജ്ജാദ, വരുന്നുണ്ട്, ഒരു സജ്ജാദ നാല് ഭാഗത്തും ആള്, ഒരു ജമാഅത്ത്. എന്നെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നതിന് മുമ്പ് പറയാ, ഇതൊക്കെ തട്ടിപ്പാണേ, ഞാനല്ല പറയുന്നത്, ഇമാം ഷഹറാനി തങ്ങളാ പറയുന്നത്. ഇതൊക്കെ തട്ടിപ്പാണേ. സ്വന്തത്തിൽ എന്നെ ബഹുമാനിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ഒരിക്കലും അല്ലാഹുവിന്റെ ബഹുമാനമുള്ളവനാവില്ല. പിടിച്ച് വിരിച്ച് അതിലിരുത്തും. ഇബലൊക്കെ പിന്നെ ഏടെ ഇരിക്കല്? ഇബലൊക്കെ പിന്നെ എന്താ കാട്ടല്? മശായിഖുമാർക്ക് അവരുടേതായ രൂപമുണ്ട്. ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളെ കുറിച്ച് നോക്ക്. നല്ല കമീസിടും, എന്നിട്ട് കാണാ ഫഅലൈഹി ബുർദ, ഒരു പ്രത്യേക പുതപ്പും ഉണ്ടാവും ഹബീബായ തങ്ങളുടെ
പരിശുദ്ധമായ ആ തോളിൽ. അതുകൊണ്ടാണ് പലപ്പോഴും പലരെയും പുതപ്പിക്കൽ. കഅബ് ബിൻ സുഹൈർ തങ്ങൾ പാട്ട് പാടിയപ്പോൾ ആ പുതപ്പെടുത്തിട്ടാണ് വിരിച്ചു കൊടുത്തത്. അവർക്ക് ഇരിക്കാൻ പ്രത്യേക വിരിപ്പ് വേണമെന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അൽ അൻവാറുൽ ഖുദ്സിയയിൽ പറയുന്നുണ്ട്. മുരീദുമാരോട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, അവരിയ്ക്കുന്ന വിരിപ്പിൽ നിങ്ങളിരിക്കാൻ പാടില്ല, അവരിയ്ക്കുന്ന വിരിപ്പിൽ നിങ്ങൾ ചവിട്ടാൻ പാടില്ല, അവരുടേത് പ്രത്യേകമാകണം. ഇത് എഴുന്ന ഒരു സജ്ജാദ എന്നൊരു സാവ്യം കേട്ടിങ്ങോട്ട് ഇറങ്ങിയെന്നാ. എന്നിട്ട് ആള് സിംഹുവാണത്ര. ആരാണ് ഈ വാദിക്കുന്നവർ? ആരാണ് യഥാർത്ഥ സൂഫി? എന്താ ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞത്? പേജുകളുള്ള കിതാബിന്ന് ഒന്നോ രണ്ടോ ഇബാറത്ത് വായിച്ച് അങ്ങനെ അങ്ങ് വിടാന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞാൻ അതിൽ നിന്നൊരു 10 പോയിന്റ് വായിക്കാം. ഇമാം ഷഅറാനി തങ്ങൾ പറയുന്ന ടീം ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, മൂപ്പര് പറയാ ഫീ ഹാദ സമാൻ, മൂപ്പര കാലത്ത് അന്നുണ്ട് ഈ ടീം. ഫീ ഹാദ സമാൻ സമ്മൗ അൻഫുസഹും ബിസ്സൂഫിയ. ചില ആളുകളുണ്ട്, അവർ പറയും ഞങ്ങളാണ് സൂഫികൾ, ഞങ്ങളാണ് തസവ്വുഫിന്റെ ആളുകൾ, ഞങ്ങളെ ഉസ്താദുമാരാണ് തസവ്വുഫ് പറയുന്നവർ എന്നിങ്ങനെ വായിച്ച് പിന്നെ ഇങ്ങനെ പോയാൽ കാണാ അതാ വദ്ദഉൽ വിലായത്തുൽ കുബ്ര, ഞങ്ങളാണ് ഔലിയാക്കൾ എന്നവർ വാദിക്കുന്നു. വഹും അളല്ലു മിനൽ അൻആം, മൃഗങ്ങളെക്കാൾ വഴിപഴച്ചവരുമാണവർ. ഞങ്ങളെ മശായിഖ്, ഞങ്ങളെ നേതാക്കൾ വലിയ വിലായത്തുള്ളവരാണെന്നും സൂഫിയാക്കളാണെന്നും അവർ വാദിക്കും. കേട്ടോട്ടോ, ഇനി പറയാം. എന്നിട്ട് ഇങ്ങനെ വായിച്ചാൽ പിന്നെ മഹാനവറുകൾ ഇങ്ങനെ പറയാണ് ഇവരുടെ ഒരു അവസ്ഥ. മശായിഖന്മാർ പറയുമല്ലോ എല്ലാവർക്കും ഒരു ആത്മീയ ഗുരു വേണമെന്ന്. ആ ഗുരുവിനെ ഇവർ പോയി ഉസ്താദാക്കി മാറ്റും. ആ ടീമിന്റെ ലക്ഷണം പറയാണ്. കറക്റ്റ് ഏപ്പിക്കാരെ കുറിച്ച് എഴുതിയതുപോലെ അതാണ്. കണ്ടില്ലങ്ങൾ വസാറ യഖൂലു ലിന്നാസ്, ഈ വാദിക്കുന്ന ടീം പറയും ലാ ബുദ്ദലി കുല്ലി ഇൻസാനിൻ യുരീദു ത്വരീക ഇലല്ലാഹി മിൻ ഉസ്താദ്, ഒരു ഉസ്താദ് വേണം, അത് ഞങ്ങളെ ഉസ്താദ് തന്നെയാണെന്ന് വാദിക്കും. കണ്ടോ, വളരെ കൃത്യമായി മൂപ്പരുടെ വിശദീകരണം വരെയാണ്. ഈ വാദിക്കുന്ന ആളുണ്ടല്ലോ വയജ്അലു നഫ്സഹു ഉസ്താദൻ ആരിഫാ, സ്വയം അങ്ങോട്ട് പ്രഖ്യാപിക്കും ഞാനാണ് ഉസ്താദ്, ആ ശൈഖ്, അള്ളാനെ അറിഞ്ഞ ആള് ഞാനാണ്. വഹുവ ജാഹിലും ബിഹി, യഥാർത്ഥത്തിൽ ഓൻ അള്ളാനെ അറിയില്ല, ആരെയും ഓൻ അറിഞ്ഞിട്ടില്ല. വമൻ ഹുവ ജാഹിലുൻ കൈഫ യദ്ഉൽ ഖൽഖ ഇലാ മൻ ലാ യഅരിഫുഹു, അവൻ തന്നെ അള്ളാനെ അറിയില്ല, പിന്നെ എങ്ങനെയാണ് അവൻ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് ഇമാം അവറുകൾ ചോദിക്കുകയാണ്. അങ്ങനെ വാദിക്കുന്ന ടീം അവരെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇവരെക്കാൾ എത്രയോ നല്ലത് പാടത്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരനാണ്. കാരണം അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വല അംരീ, കണ്ടോ, പ്രത്യേകം സത്യം ചെയ്ത് പറയാണ് അന്നൽ ഫല്ലാഹീൻ വഅഹ്ലുസ് സ്വനാഇ അഹ്സനു ഹാലാ. ഇങ്ങനെ സ്വന്തം ശൈഖായി പരിചയപ്പെടുത്തുകയും സ്വയം വലിയായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഒരു മശായിഖുമായും അവർക്ക് ബന്ധമില്ല. അങ്ങനെയുള്ള ആളുകളെക്കാൾ എത്രയോ നല്ലത് കൃഷിക്കാരനാണ്, മറ്റു പണിയെടുക്കുന്നവരാണ്. ലിഅന്നഹും തൂല ഉംരിഹിം ഫീ അഅ്മാലിൻ ഷാഖാ ഫീ നഫഇൽ ഖൽഖി. പാടത്ത് പണിയെടുത്താൽ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ട്. തിന്നാൻ പൂള കുത്താൻ പോയാൽ പറഞ്ഞില്ലേ, പൂള കുത്താൻ പോയാൽ മതി, പൂളെങ്കിലും തിന്നാലോ. വഹഉലാഇൽ മുദ്ദഊൻ, ഈ വാദിച്ചു നടക്കുന്ന ആള് തൂല ഉംരിഹിം സാഊന ഫീ ളററിൽ ഖൽഖി, അവരെ ജീവിതം മുഴുവനും ആളുകളെ ബുദ്ധിമുട്ടാക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ടോളിട്ടോ, ആ വാദക്കാര് ആരാന്ന് ശരിക്ക് നമുക്കൊന്ന് നോക്കാം. പേരോട് തന്നെ പറയട്ടെ, വെച്ചുകൊടുക്കുക. അങ്ങനെ ഒരു മഹാൻ പറഞ്ഞാൽ അതെങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്?
അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. എനിക്ക് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ശൈഖാണ്, ഞങ്ങൾക്കെല്ലാം താജുൽ ഉലമ ശൈഖാണ്. എന്റെ ശിഷ്യന്മാർക്ക് ഞാൻ ശൈഖാണ്. ശൈഖ് എന്ന് പറഞ്ഞാൽ ഗുരുനാഥനാണ് അർത്ഥം. ഞാൻ എന്റെ ശിഷ്യന്മാർക്ക് ഗുരുനാഥനാണ്. സുഹൃത്തുക്കളെ, മല്ലം യകുല്ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു. വൈദീൻ ശൈഖ് തങ്ങൾ പറയുന്നുണ്ട് ശൈഖില്ലാത്ത. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞേ? എന്റെ കുട്ടികൾക്ക് ഞാൻ ശൈഖാണ്, എനിക്ക് കാന്തപുരം ഉസ്താദ് ശൈഖാണ്. അതാ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ പറയുന്നത്, ഞാൻ ശൈഖാണ്, സൂഫിയാണെന്ന് പറഞ്ഞ് അവൻ വരും. എന്നിട്ട് അതാ അടുത്തുകൂടി കേട്ടോളൂ, നല്ല കിതാബാണ് നിങ്ങൾ എടുത്തത്. വല അംരീ മിൻ ശർത്തി ശൈഖി അൻ യുഅതിയഹു അല്ലാഹുൽ ഖുവ്വ ഫയദ്ഫഉ അൻ മുരീദിഹി കുല്ല ആരിദ് فإذا صار الشيخ نفسه لا يقدر أن يدفع عن نفسه عارضا. ഒരു യഥാർത്ഥ ശൈഖാകുമ്പോൾ ഒരു മുരീദിന് വരുന്ന ബുദ്ധിമുട്ടുകളെയും വരുന്ന സംഭവങ്ങളെയും തടുത്തു വെക്കാൻ കഴിയണം. ഇത് സ്വന്തം തന്നെ കഴിയൂല, പിന്നെ ഓനെങ്ങനെ ശൈഖാകുക എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. മാത്രമല്ല ഇനിയും മഹാനവറുകൾ തുടർന്ന് പറയുന്നു, അതിൻ്റെ ബാക്കി കേട്ടോളൂ. ആ ശൈഖിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ലേ, ഇവര് ശൈഖാണെന്നും ഇവരുടെ കുട്ടികൾക്ക് ഇവര് ശൈഖാണെന്നും ഇവരുടെ ഉസ്താദുമാർ ഇവർക്ക് ശൈഖാണെന്നും വാദിച്ചപ്പോൾ നമ്മൾ അവരോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് മഹാൻ ചോദിക്കുക, കേട്ടോളൂ. ഖാല ശൈഖ് അലിയുൽ ഖവാസ്, മഹാനരായ അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു, ശർതു മൻ യതസദ്ദറു ലിൽ മശീഖ, ശൈഖായി വരുന്നവന്റെ നിബന്ധന അവൻ ഉണ്ടാകണം. വതർബിയത്തിൽ മുരീദീൻ, മുരീദുമാരെ തർബിയത്ത് ചെയ്യാ, ഇത് രണ്ടും ഉള്ളവർക്കുണ്ടാകണം. അൻ യഅരിഫ തലാമിദതഹു മിൻ യൗമ അലസ്തു ബിറബ്ബിക്കും, അലസ്തു ബിറബ്ബിക്കും എന്ന് അല്ലാഹ് ചോദിച്ച ആലമുൽ അർവാഹ് മുതൽക്ക് മുരീദുമാരെ ഓർമ്മയുള്ളവർക്ക് മാത്രമേ ശൈഖായി വരാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ശൈഖാന്ന് പറഞ്ഞല്ലോ, ആലമുൽ അർവാഹിൽ പേരോടിന്റെ ഏതു ഭാഗത്താണ് ചെറുമൂത്തിരുന്നിരുന്നത്? കുമ്മോളി പിന്നിലോ മുന്നിലോ ഇരുന്നിരുന്നത്? ആലമുൽ അർവാഹി നിങ്ങൾക്കൊരു 5 സെക്കൻഡ് ഓർമ്മണ്ടോ? അപ്പൊ ഷെയ്ഖ് എന്ന് പറഞ്ഞു വരും, ഓന് മുരീദുമാർ എവിടെയെന്ന് അറിയൂല. യഥാർത്ഥ മശായിഖുമാരുണ്ടല്ലോ, ഇബ്രാഹിം ദസൂഖി തങ്ങൾ പറഞ്ഞു, എന്റെ മുരീദുമാർ എന്റെ ഏതു ഭാഗത്താണ് ആലമുൽ അർവാഹിൽ ഉള്ളത് എന്നവർക്കറിയാം. നിങ്ങൾ ഈ പറയുന്ന ഉമ്മിയായ മശായിഖന്മാരില്ലേ, കാലഘട്ടത്തിന്റെ സ്വാഹിബായി വരുന്ന മഹാന്മാർ, ആ മഹാന്മാര് അതാ അതിനെങ്ങളാ വിളിക്കണ, വരി വന്നിട്ട് സംസാരിക്ക്. ആർക്കാണ് അലസ്തു ബിറബ്ബിക്കും എന്ന് പറയുന്ന സമയത്ത് തന്നെ തന്റെ മുരീദുമാരെ അറിയാതിരിക്കുക എന്ന് നമുക്കൊന്ന് മാറ്റുരച്ചു നോക്കാം. കിതാബ് മൊത്തം വായിക്ക്. പിന്നെന്താ കേട്ടോ, മഹാൻ പറയാണ്, ആരൊക്കെ തന്റെ മുരീദുമാരിൽ നിന്ന് വിജയിക്കുമെന്നും വിജയിക്കാതിരിക്കുമെന്നും അവർക്കറിയാം. ഹാകദാ ദറജ അലൈഹിൽ ഔലിയാഉ അസ്ഹാബുൽ ഖദം. ഇപ്പോഴാണ് മുൻപ് ഓരോ ഖദമിൽ വരുന്ന ഔലിയാക്കന്മാരും ആ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടതാ നമ്മൾ പറയുന്ന അതേ വാക്ക് പറയാണ്. എന്താ മഹാൻ പറയുന്നത്? മാമിൻ വലിയിൻ ഹഖ്ഖ ലഹു ഖദമുൽ വിലായ ഇല്ലാ വയഅലമുൽ ഉലൂമൽ ലദുന്നിയ കശ്ഫൻ വദൗഖാ ലാ നഖ്ലം വഫഹ്മാ. നിങ്ങൾ കുറെ കാലായില്ലേ ഇതൊക്കെ വാദിച്ചു വരുന്നു. അതല്ല അതിബ്ബാഉൽ ഖുലൂബ് എന്ന് വരെ പറഞ്ഞില്ലേ ചങ്ങായി. അതിലും വലിയ വാദം ഇനിയിപ്പോൾ എന്താ? അതും കൂടി ഒന്ന് വെച്ചോട് കിടക്ക്. പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല തീരുമാനം. ആലിമീങ്ങൾ തീരുമാനം പറയും അങ്ങനെയാണ്. പരിശോധന അവര് പരിശോധിച്ചിട്ട് തൊടാൻ പാടില്ല എന്ന് പറയും. ഏതുപോലെ അവര് അതിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ്.
ഡോക്ടർമാര് പറയേണ്ടത് എങ്ങനെ? നമ്മളെ ടെസ്റ്റ് എല്ലാം റിപ്പോർട്ട് എല്ലാം ബാക്കി ഡോക്ടർ പറഞ്ഞു ഇനി പഞ്ചസാര കഴിക്കണ്ട, ഇനി ഉപ്പ് വേണ്ട, ഇനി അത് വേണ്ട, ഇത് വേണ്ട. ഇപ്പൊ ഡോക്ടറോട് അതിനെന്താ തെളിവ്? നിങ്ങൾ പഞ്ചസാര കഴിക്കണ്ട എന്താ തെളിവ്? എന്താ കഴിച്ചാൽ എന്താ വരിക? അങ്ങനെ ആർക്കും ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ നമ്മൾ എന്താ അറിയോ, വേറെ ഡോക്ടറെ എടുത്തുകൊണ്ട് വേണ്ട. അതായത് ഇയാൾക്ക് സുഖമില്ലാന്ന് നോക്കും. ഇതുപോലെ ആലിമീങ്ങളൊന്നടക്കം ഒരു തീരുമാനം എടുത്തിട്ട് അതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ ഓന് തെളിവെന്തെങ്കിലും അറിയോ? ഒരു തെളിവിനെ പറ്റി വല്ലതും അറിയോ? അപ്പൊ പിന്നെന്ത് ചോദിക്കാനാ? അപ്പൊ ആലിമീങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക, അതാണ്. ഇത് ഒരു ഡോക്ടറല്ല, മറിച്ച് ധാരാളം ഡോക്ടർമാർ ഒന്നിച്ചിരുന്നിട്ടാണ് തീരുമാനം. അപ്പറഞ്ഞ ആളും അതിൽപ്പെട്ട ഒരു ഡോക്ടറാണ്, വ്യാജ ഡോക്ടർ. അതിബ്ബാഉൽ ഖുലൂബ് എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ രോഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ. ഇതാണ് ഇമാം ഷഹറാനി തങ്ങൾ പറയുന്നത്. ചിലർ വലിയ സ്ഥാനത്തിരുന്നിട്ട് ഇങ്ങനെ വാദിക്കും, ഞങ്ങൾ അതിബ്ബാഉൽ ഖുലൂബാണ്, ഞങ്ങളെ ശിഷ്യന്മാർക്ക് ഞങ്ങൾ ഷെയ്ഖാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുനാഥന്മാരാണ് ഷെയ്ഖ്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ആകണമെങ്കിലോ ലദുന്നിയായ ഇൽമ് വേണം, ഖദം ഏതാണെന്ന് അറിയണം, കശ്ഫും ദൗക്കും വേണം, കിതാബ് മാത്രം പോരാ. ഇനി എങ്ങനെ ഷഹറാനിമാം പറഞ്ഞു തരേണ്ട നിങ്ങൾക്ക്? നിങ്ങളെ അടുത്തുള്ള ഇൽഹാമുള്ള ഒരാളെ ചൂണ്ടിക്കാണിക്ക്. 40 ഡോക്ടർമാരല്ലേ, അതിൽ ആർക്കാ ഇൽഹാമുള്ളത്? പറയൂ നിങ്ങൾ. ഈ 40 ഡോക്ടർമാരിൽ വ്യാജ ഡോക്ടർമാരാട്ടോ. ഇവര് പറഞ്ഞല്ലോ ഞങ്ങൾ വാരിധീങ്ങളാണ്, ഞങ്ങളാണ് സുഫിയാക്കൾ. ഞാൻ പറഞ്ഞു ഖദമുൽ വിലായത്ത് ആരുടെ ഖദമിലാണ് എന്ന് പറയാൻ കഴിയണം. എല്ലാ വാലികളും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സീബാവ കൽവാശി എന്നോവർ. എല്ലാ ഉലിയാക്കന്മാർക്കും ഓരോ നബിമാരുടെ ഖദമിലാണ് അവർ വരിക. ഞാൻ എൻ്റെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദമിലാണ്. ഇതല്ലേ ഞങ്ങൾ ചോദിച്ചത്? 40 അതിബ്ബാഉൽ ഖുലൂബ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഷെയ്ഖാണെന്നാ പറഞ്ഞത്. മിനിയാന്ന് പാടന്തറയിൽ വെച്ച് നടന്ന തർബിയത്ത് ക്യാമ്പിൽ പൊന്മള മുറബിയും ഷെയ്ഖും മുർഷിദുമാണ് എന്നാ വാദിച്ചത്. പേരോട് മുറബിയായ ഷെയ്ഖ് എന്നാണ് വേറൊരു സഖാഫി എഴുതിയത്. ആ വാദിക്കുന്നവരോടാണ് ഇമാം ഷഹറാനിയുടെ ചോദ്യം റളിയല്ലാഹു അൻ. അല്ല ചങ്ങാതിമാരെ, നിങ്ങൾ ഏത് ഖദമിലാണ് പറയ്? അബ്ദുൽ ഹക്കീം അസ്ഹരി ഏത് നബിയുടെ ഖദമിലാണ്? പേരോട് മൗലവി ഏത് നബിയുടെ ഖദമിലാണ്? പറയാൻ കഴിയും ഞങ്ങൾക്ക്? മാത്രല്ല ലദുന്നിയായ ഇൽമ് വേണം. ഷെയ്ഖാന്ന് വാദിച്ചാ പോരാ, ലദുന്നിയായ ഇൽമ്. മശായിഖുമാരെന്ന് നിങ്ങൾ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളില്ലേ, സ്വാഹിബുൽ വഖ്ത്, സ്വാഹിബുൽ വഖ്തായ ഔലിയാക്കളിലൂടെ അല്ലാതെ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് ലോകത്ത് രേഖപ്പെടുത്തിയ ഇമാമാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി. തബഖാത്തുൽ കുബ്ര എടുത്ത് നോക്ക്. അതേ സമയത്ത് നിങ്ങൾ നോളേജ് സിറ്റിയിൽ ഖുത്ബ ഓതിയിട്ട് പറയാ ഷെയ്ഖ് അബൂബക്കർ ഷെയ്ഖു മശായിഖിൽ അസ്ർ, കാലഘട്ടത്തിലെ ഷെയ്ഖാണ്, ഷെയ്ഖു സമാനാണ്. ഈ പറയുന്ന വിടലുണ്ടല്ലോ, അതാ ഷഹറാനിമാൻ ചോദ്യം ചെയ്തത്. നിങ്ങൾക്ക് പറയാൻ കഴിയോ നിങ്ങൾ ഖദമുൽ വിലായത്ത് ഏതാണെന്ന്? നിങ്ങൾക്ക് ഇൽഹാമുണ്ടോ, ലദുന്നിയായ ഇൽമുണ്ടോ? എന്താ നിങ്ങളുടെ സമീപത്തുള്ളത്? മാത്രല്ല ഇമാം ഷഹറാനി തങ്ങൾ എണ്ണുകയാണ്, ഫമിൻ ഉലൂമിൽ ഔലിയാ, ഔലിയാക്കൾക്ക് സ്പെഷ്യലായി കിട്ടുന്ന ഇൽമുണ്ട്. ഇൽമുൽ ലവാഇലി വൽ ലവാഖിർ, ഇൽമുൽ അസ്മാഇൽ ഇലാഹിയ. ഈ ഇൽമൊക്കെ അങ്ങനെ എണ്ണീട്ട് മഹാൻ ചോദിക്കാണ്, അല്ല ചങ്ങാതിമാരെ, ഈ വാദവുമായി വാദിച്ചു വരുന്ന നിങ്ങൾക്ക് ഔലിയാക്കളുടെ ഇൽമിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൽമുണ്ടോ? കൃത്യമായ ചോദ്യമാണ്. ഏത് ഇൽമാങ്ങൾക്കറിയാ? ഒരു ഇൽമും നിങ്ങളെ കയ്യിലില്ല. മാത്രല്ല ഇൽമുമാ യുംഹാ കുല്ല വഖ്തിൻ ഫീ ലൗഹിൻ, ലൗഹുൽ മഹ്ഫൂദില് മായ്ക്കുന്നതും സ്ഥിരപ്പെടുത്തുന്നതും ഒക്കെ അറിയണം. പേരോടൊന്ന് വായിക്കട്ടെ, മറ്റേ സിലൈറ്റ് അല്ലത്, അത് ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ അറിയണം എന്നാ പറഞ്ഞത്.
എന്താ എങ്ങനെ ലദുന്യ ഇൽമ്? അതിനല്ലേ ഞങ്ങൾ വിളിച്ചേ. വരിങ്ങള് അറിവില്ല നിങ്ങൾ പറഞ്ഞ മഹാന്മാരുണ്ടല്ലോ, അവരെ മുന്നിൽ വരി, നിങ്ങൾ ഇൽമ സംസാരിക്കുക, അവരും പറയട്ടെ. കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു തരൂല നിങ്ങൾക്ക്. എന്നിട്ട് വാദിച്ചു വരുന്ന നിങ്ങള് മറ്റുള്ളവരെ കുറ്റം പറയുകയോ? ഈ കിതാബ് മുഴുവനും നിങ്ങൾക്കെതിരാണ്. 237 പേജിൽ അതാ ഷഹറാനി ഇമാം ഒന്നുകൂടി തുറന്നു പറയാണ്. എന്താ അവരുടെ അവസ്ഥ? ഷഹറാൻ ചോദിക്ക, വിലായത്തിന്റെ അഹലുകാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് അന്നെ അറിയോ ചങ്ങായി? മൊയിലിയമാർക്കല്ല, അവിടി മുശാവറാംഗങ്ങല്ല, വിലായത്തിന്റെ അഹലുകാർ എല്ലാ കാലത്തുണ്ടാവും. ഓൽക്ക് അന്നെ അറിയോ? അനക്ക് ഓലറിയോ? ഫമാ ബാലുക്, എന്താ പേരോടെ എൻ്റെ അവസ്ഥ? ഇമല്ലം യഅരിഫു അഹദും മിനൽ ഔലിയാ, ഔലിയാക്കളിൽ നിന്നുള്ള ആർക്കും എന്നെ അറിയില്ലല്ലോ. വലം യുബായി അഹദുൻ, ഈ ആരോടെങ്കിലും ബൈഅത്ത് ചെയ്തിനോ? കണ്ണങ്ങള് വ്യാജന്മാരായി ശൈഖ് വാദിച്ചു വരുന്നവരുടെ അടയാളം ഒരാളോടും ബൈഅത്ത് ചെയ്തിട്ടുണ്ടാവൂല. വലാ ഖാല ലഹു വലിയുൻ വാഹിദുൻ ഫിൽ യഖ്ള യഅമൽ ശൈഖൻ, ഒരു യഥാർത്ഥ ശൈഖ് ജീവിതത്തിൽ അവനോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ശൈഖായിട്ടുണ്ട്, ആ നിലക്ക് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ബനിസ്തലത ഇലാ മനാം, പിന്നെ ആകെയുള്ളത് സ്വപ്നേ ഉണ്ടാവുള്ളൂ. സ്വപ്നം എങ്ങനെ പറയും? ഞാൻ അവിടെ പിന്നെ ഇബ്നു അത്താഇല്ലാഹി സക്കന്ദരിയെ സന്ദർശിച്ചപ്പോൾ ഞാൻ ഹിക്കമിന്റെ ഇജാസത്ത് തേടി, അപ്പോൾ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് സമ്മതം തന്നു. അതെങ്ങനെ എടുത്ത് പറയും? നേർക്ക് നേരെ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് ഷഹറാനി ഇമാം പറ, ഔ അതിനെ ലഹു ഫഖീഹുൻ, അല്ലെങ്കിൽ ഏതോ ഒരു പൊട്ടം ഫക്കീർക്ക് സമ്മതം തന്നിട്ടുണ്ടാവും, പോയി ശൈഖായി നടന്നോ. മശായിഖിന്റെ വഴി ഇവിടെ വരുന്നുണ്ട്. മടവൂര് ശൈഖുനാ സുൽത്താനുൽ ആരിഫീൻ, മഹാനരായ വടകര ഉപ്പാപ്പ, അവരെ വഴിയിൽ ഇങ്ങനെ വരുന്ന മഹാന്മാരുണ്ട്. ആ മഹാന്മാരെ വഴിയിൽ ഇവനൊരു കദമുമില്ല. അങ്ങനെ വ്യാധിച്ചു വരുന്ന വ്യാജന്മാർ അവരോട് സംസാരിക്കുകയാണ്. ഫഅലം ദാലിക, ഈ നന്നായി മനസ്സിലാക്കിക്കോ. വഹദർ മിൻ തൽബീസിൻ നഫ്സി അലൈക, നിന്റെ നഫ്സ് നിന്നെ സുയിപ്പാക്കിയതാണ്. നീ ശൈഖാണെന്ന് നിനക്കങ്ങ് തോന്നിയതാണ്. ഒരു മഹാന്റെയും പിന്തുണ നിനക്കില്ല, ഒരു മഹാനുമായും ഒന്നും നിനക്കില്ല. നീ വ്യാജനാണ് എന്നതിൻ്റെ തെളിവ് അതുതന്നെയാണ്. വാദിച്ചു വരുന്നവർ ഇവരാണ്. മാത്രല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറ്റിച്ചിറയെന്ന് ഇയാൾ നടത്തിയത്? ഫതൂർ റബ്ബാനി വായിച്ചിട്ട് അത് ഇയാളെ നേർക്കാക്കാനുള്ള ശ്രമം നടത്തി. അതുവരെ നടത്തിയ ആളാ. ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്ക്. നിനക്ക് വിജയം ഇല്ല. ഖുർആനും സുന്നത്തും പിന്തുടരാതെ നിനക്ക് വിജയമില്ല. ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മല്ലം യകുൻ ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖുഹു. ഒരാൾക്ക് ഗുരുനാഥനില്ലെങ്കിൽ അവന്റെ ഗുരുനാഥൻ ഇബ്ലീസാണ്. ഗുരുനാഥനില്ലാത്തവന്റെ ഗുരുനാഥൻ ഇബ്ലീസാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെ ഗുരുനാഥന്മാരായി സ്വീകരിക്കണം? ഖുർആനും സുന്നത്തും നന്നായി അറിയുന്ന ആലിമീങ്ങളെ നിങ്ങൾ ശൈഖന്മാരാക്കണേ. ശൈഖ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഓടിപ്പോകലല്ല, ശൈഖ് എന്ന് കേൾക്കുമ്പോഴേക്ക് പോയിട്ട് കൈപിടിക്കലല്ല, എന്തെങ്കിലും അത്ഭുതം കാണുമ്പോഴേക്ക് അതിൽ പോയി വീഴലല്ല. നിങ്ങൾ ആരെയാ പിന്തുടരേണ്ടത് എന്ന് മുഹീദ്ദീൻ ശൈഖ് നിങ്ങൾ പറയാണ്. ഖുർആനും സുന്നത്തും നന്നായി അറിയുന്ന ആലിമീങ്ങളെ നിങ്ങൾ ശൈഖന്മാരായി. അർത്ഥാകെ കണ്ടു തെറ്റിച്ച് നമ്മൾ ശരിക്ക് പരിശോധിച്ചതാണ്. മശായിഖന്മാരില്ലാത്തവന്റെ ശൈഖ് ഇബ്ലീസാണ്. അതുകൊണ്ട് ഇത്തബിഉ ശുയൂഖൽ ഉലമാ അൽ ഫതൂർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി. ഇയാൾ എന്താ അർത്ഥം വെച്ച്? ഇത്തബിഉ ശുയൂഖൽ ഉലമാ, ഉലമാക്കളെ നിങ്ങൾ ശൈഖന്മാരാക്കൂ. എന്താ അർത്ഥം? ഇയാളൊക്കെ ദർസ് എടുത്തുന്ന കുട്ടികളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തബിഉ ശുയൂഖ്, അള്ളാഹുവിനെ അറിഞ്ഞ മശായിഖന്മാരെ നിങ്ങൾ ശൈഖാക്കൂ.
അവരാരാ? അൽ ഉലമാ, അല്ലാഹുവിനെ അറിഞ്ഞവർ, കിതാബ് സുന്നത്ത് വ്യക്തമായി അള്ളാഹ്നെ പഠിപ്പിച്ചു കൊടുത്തവർ, അവരെ നിങ്ങൾ ശൈഖാക്കൂ. ആദ്യം പറഞ്ഞതിന്റെ ബയാനാണോടോ അത്? എന്നിട്ട് ഉലമായിനെ ശൈഖാക്കൂ. ഇയാൾക്ക് ശൈഖാകാൻ വേണ്ടി ശൈഖാന്ന് വാദിച്ച് നടക്കും ചെയ്യാം. ഞാൻ നേരത്തെ വായിച്ച ആ കിതാബിൽ അത് അതിന്റെ ലാസ്റ്റ് ഒറ്റ കാര്യം കൂടി പറയുന്നു, വഹദർ, സൂക്ഷിച്ചോ, അൻത അമല ശൈഖൻ, ശൈഖായി നടക്കുക, വഅൻത മുഖല്ലിദുൻ ലികലാമിൽ ഫുഖഹാ, ഫുഖഹാഇന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കിതാബ് അവരുടെ മുഖല്ലിദായി ജീവിക്കും ചെയ്യുക, ശൈഖാന്ന് വാദിക്കും ചെയ്യുക, രണ്ടും കൂടി നടക്കൂല. നമ്മൾ വായിച്ചില്ലേ, ഒരു കാമിലായ ശൈഖായി ഒരാൾ വരുമ്പോ ആ ശൈഖ് ഒരു മദ്ഹബിനെയും തഖ്ലീദ് ചെയ്യൂല. നിങ്ങൾ ഷാഫിയല്ലേ, ശൈഖാൻ പറ്റൂല. എന്നിട്ട് നിങ്ങൾ ശൈഖാണെന്ന് വാദിച്ചു. അതാണ് ഔലി റിസാലത്തി ശൈഖിൻ മശായിഖ് സൂഫിയ, സൂഫിയാക്കൾ ഏതെങ്കിലും കിതാബ് എടുത്ത് അതിനകത്ത് അതൊന്നും പറ്റൂല. ഫഇന്ന ഫീ ദാലിക ഹലാക, അങ്ങനെ ശൈഖായാൽ ഹലാക്കായി പോകും. ഫമൻ ലം യകുൻ കിതാബുഹു ഖൽബുഹു ലാ യസ്ലു ലിഹാദൽ ബാബ്, കിതാബ് ഖൽബാകണം, അതിന് ഇൽഹാം വേണം, കശ്ഫ് വേണം, ഖൽബിലേക്ക് അല്ലാഹു ഇൽമിട്ട് കൊടുക്കണം. അതാണ് ദാലിക്കൽ കിതാബ്, അതാണ് മിനൽ കിതാബി വസുന്ന എന്ന കിതാബ്. ആ കിതാബ് ഖൽബ, ഹൃദയമായി മാറിയ ആളുകൾ, അവർക്കല്ലാതെ ശൈഖാവാൻ പറ്റില്ല. ഖദമുൽ വിലായത്തുള്ളവർക്കല്ലാതെ ശൈഖാവാൻ പറ്റില്ല. ബൈഅത്ത് ചെയ്ത ശൈഖുള്ളവർക്കല്ലാതെ ശൈഖാവാൻ പറ്റില്ല. മുരീദുമാര അലസ്തു ബിറബ്ബിക്കും തൊട്ട് അറിയുന്നവർക്കല്ലാതെ ശൈഖാവാൻ പറ്റില്ല. ഇങ്ങനെ നിബന്ധനകൾ എണ്ണി എണ്ണി പറഞ്ഞ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞ ഒരു സംഭവവും ഇല്ല, ജീവിതത്തിൽ ഒരു വലിയനോടും സഹവസിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരു വലിയനെയും കണ്ടിട്ടില്ല, ഒരു വലിയും അവനോട് നീ ശൈഖാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു വലിയും അവൻ ആശീർവാദം കൊടുത്തിട്ടില്ല, ഒരു ശൈഖും അവന് സമ്മതം കൊടുത്തിട്ടില്ല. പിന്നെ അവനെ പോലെയുള്ള ഏതോ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ കൊടുത്തതാണ്. അതും വെച്ചിട്ട് ഞാൻ ശൈഖാണെന്ന് പറഞ്ഞ് നടക്കുന്ന, വാദിക്കുന്ന, അതിബ്ബാഉൽ ഖുലൂബാണെന്ന് വാദിക്കുന്ന പേരോട് പൊന്മളാദികളെ, നിങ്ങൾക്കെതിരെയാണ് ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ ഈ കിതാബ് തന്നെ രചിച്ചത് കേട്ടോ. അല്ലാതെ കാലങ്ങളോളം റിയാദകളിലിരുന്നവർ, അവര് വരുന്നതിന് മുമ്പ് തന്നെ അഹ്ലുള്ളയായ മശായിഖുമാർ ബിശാറത്ത് നൽകിയവർ, സന്തോഷ വാർത്ത അറിയിച്ചവർ, വലിയ വലിയ മുജാഹദകൾ പൂർത്തിയാക്കിയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മഅരിഫത്തുള്ള ആളാണെന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചവർ, അവരല്ലാന്റെ വലിയാണെന്ന് മടവൂർ ശൈഖുന അവിടുത്തെ സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്തവർ, വിലായത്തിന്റെ അഹിലുകാര്. അതല്ലേ ഞങ്ങൾ എത്ര കാലായി നിങ്ങളോട് പറയണ്, ഒരു മഹാൻ വലിയാണോ അല്ലേന്ന് അറിയേണ്ടത് ആരാ പറയേണ്ടത്? അത് മുശാവറയല്ല പറയേണ്ടത്, അത് സമസ്തയല്ല പറയേണ്ടത്, അത് പറയേണ്ടത് അഹ്ലുൽ വിലായത്താണ്. അതാണ് ഷഅറാനി ഇമാം ഇതിൽ ചോദിച്ചത്. എടോ, ശൈഖാണെന്ന് വാദിക്കുന്ന അന്നോട് കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു ഔലിയ പറഞ്ഞിട്ടുണ്ടോ ഈ ശൈഖാണ് എന്ന്? അനക്ക് ഏതെങ്കിലും ഒരു വലിയനോട് ബൈഅത്തുണ്ടോ? ഈ വലിയ വാരിസ എന്ന് പറയുന്നുണ്ടല്ലോ, ഏത് വലിയിന്റെ, ഏത് നബിയുടെ കദമിലായി ഉള്ളത്? അനക്ക് ലദുന്നിയായ ഇൽമുണ്ടോ, കശ്ഫുണ്ടോ, ഇൽമുൽ മുകാശ, ഇതൊക്കെ ഉള്ളവനാണ് മശായിഖുമാർ. അതുണ്ടോ ഇല്ലേ അറിയണോ? ഇറങ്ങി വരി. അറിവില്ല എന്ന് പറഞ്ഞ മഹാന്മാരെ മുന്നിലിരുന്ന് സംസാരിക്കി. അപ്പൊ ഇങ്ങനെ പറയുന്നത് കാണാം, ഹഖായിഖുകൾ, ലദുന്നിയായ ഇൽമുകൾ, കശ്ഫിൽ എന്നവർ സംസാരിക്കും. അവരുടെ മശായിഖുമാരെ പോയി നോക്ക്. കാലഘട്ടം ശരിവച്ച, ലോകം തന്നെ ഭരിക്കുന്ന അവരാണ് ഇവരെ കുറിച്ച് പറഞ്ഞത് മഹാരഥന്മാരാണെന്ന്. നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടല്ലേ 10-45 കൊല്ലം നടന്നത്? അല്ലേ? നിങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടല്ലേ സ്വപ്ന നഗരിയിൽ വരെ കണ്ണും നട്ടിരുന്ന് നിങ്ങൾ ദ്വാരക്കാൻ അവസരം കൊടുത്തത്? ഇപ്പൊ ദ്വാരുന്ന ഉത്തരം കിട്ടും നിങ്ങളല്ലേ പറഞ്ഞത്? അപ്പൊ അഹ്ലുൽ വിലായത്ത് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ച്
അവരുടെ കാലഘട്ടങ്ങളിൽ കഴിയേണ്ടതൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോ ഒരു വലിയനെയും കാണാത്തവൻ, ഒരു ബൈഅത്തും ചെയ്യാത്തവൻ, ഇൽമുല്ലദുന്നിയിലെ ലാമ പോലും കിട്ടാത്തവൻ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വഴിയിൽ ഇല്ലാത്തവൻ, ബിദ്അത്ത് പറഞ്ഞു നടക്കുന്നവൻ, അവൻ വാദിക്കുന്നു ഞാൻ ശൈഖാണ്, ഞാൻ അതിബ്ബാഉൽ ഖുലൂബാണ്, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ശൈഖാണ്. ഇങ്ങനെ വാദിക്കുന്ന ചിലർ വരും. അവരെക്കാൾ നല്ലത് പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനാണ് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി. അത് പറയേണ്ടത് തന്നെയല്ലേ? ഞാൻ ഇതിന്റെ താലിയും വാലും കൊണ്ട് കട്ടിട്ട് മോനിങ്ങനെ വയല് പറഞ്ഞ് മറ്റുള്ള ആരിലേക്ക് ഏൽപ്പിക്കുക. ധൈര്യം ഉണ്ടോ ആ കിതാബ് ഒന്ന് നമുക്ക് നേർക്കുനേരെ വായിക്കാൻ? ഞങ്ങൾ ഈ കിതാബ് എടുത്ത് വരാം. അൽ ഫത്തൂർ റബ്ബാനി ചോദിച്ചു പോലെ ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങൾ വരാം, പൂനൂരിൽ തന്നെ ആകട്ടെ, മുശാവറ മുഴുവനും വന്നോട്ടെ, ഞങ്ങൾ ഇപ്പുറത്ത് വരാം. ആ കിതാബ് ഒന്ന് വായിച്ചു നോക്കിയാലോ? ആരാ വാദിച്ചേരുന്ന വ്യാജനെന്ന്? മുട്ടുവർക്കങ്ങള് അതിനകത്തായ ഒരാളും അതിലില്ല. സുലൈമാൻ ഉസ്താദിനായിരുന്നു ഒഴിവാക്കി കളി, അതെന്തായാലും ഒഴിവാക്കേണ്ടിയാണ്. അത് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. അതെന്താ ഈ അങ്ങനെ പറയണമെന്ന് നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കുള്ള നന്മകള് നമ്മളെപ്പോഴും പറയണ്ടേ? സുലൈമാൻ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു വിനയാനിതനായ നിഷ്കളങ്കനായ ഒരു പണ്ഡിതൻ. അതാ മുഖം നോക്കിയാൽ തന്നെ അറിയാലോ. നിങ്ങൾ പറയിപ്പിക്കുമ്പോൾ പോലും മൂപ്പരയിലുണ്ടാവില്ല. മൂപ്പര് നിങ്ങൾ എല്ലാവരും കൂടി പറയിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താ പറഞ്ഞത് തന്നെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും നിഷ്കളങ്കനായ നിങ്ങൾ ആ നിഷ്കളങ്കതയാണ് ചൂഷണം ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള വിനയവും അഹങ്കാരമൊന്നും ഇല്ലാത്ത വിനയത്തിലുള്ള പണ്ഡിതന്മാരുണ്ടാവും. ഓരോ ഒഴിവാക്കിയേക്ക്. ബാക്കിയുള്ള ആരാ ഉള്ളത്? അതാ ഞാൻ ചോദിച്ചത്. ഒരു ചുക്കും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയോ ഒരാളെ കൽബ്? പിന്നെ എങ്ങനെയോടെ നിങ്ങൾ തെർബിയത്ത് ചെയ്യുക? എങ്ങനെ നിങ്ങൾ ഷെയ്ഖാകുക? അതാ ഷെഹറാനിമാൻ പറയുന്നത്. വ്യാജന്മാരല്ലേ ഇവർ, കള്ളന്മാർ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നോക്കിയിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് അറിഞ്ഞെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അതും കൂടി കേൾപ്പിച്ചു കൊടുക്കുക. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഒരു കേവല സാധാരണ വ്യക്തിയല്ല. ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. അവിടുത്തെ ജീവിതം എന്തിനായിരുന്നു? അവിടുന്ന് പറയാണ്, എടോ ഞാൻ നിങ്ങൾക്ക് മരുന്ന് തരുന്നവൻ. എന്ത് മരുന്ന്? നിങ്ങൾ ആത്മീയ രംഗത്ത് ചികിത്സിക്കാനുള്ള മരുന്ന്. അതല്ലേ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. എനിക്ക് ചികിത്സിക്കാനുള്ളത് നിങ്ങളെ മനസ്സിനാണ്. നിങ്ങളെ മനസ്സിലെ കിബിറ് പോകണം, അസൂയ പോകണം, അഹങ്കാരം പോകണം, നിങ്ങളെ വൈരാഗ്യം പോകണം, നിങ്ങളെ മനസ്സൊന്ന് ക്ലിയർ ആകണം. ക്ലിയർ ചെയ്യണം. അസൂയ പോകണം. അസൂയല്ലാത്ത എന്തെങ്കിലും അവിടെ ഉണ്ടോ? അഹങ്കാരം പോകണം, വൈരാഗ്യം പോകണം. ഇതൊക്കെ കണ്ട് ചികിത്സിക്കുന്ന ആൾ, അവരെ പേരാണ് അതിബ്ബാഉൽ ഖുലൂബ്. ഞാൻ ചോദിച്ചില്ലേ കുറ്റിച്ചെറന്ന്? ഞങ്ങളതൊക്കെ വിടി, പേരോടെ മുന്നിൽ ഹാജരാക്കുക. അയാളോട് ചോദിക്കുക, നിന്റെ മനസ്സിൽ എന്തൊക്കെ രോഗങ്ങളപ്പുള്ളത്? സ്വന്തം ഹൃദയത്തിലുള്ളതിനെ അറിയാൻ കഴിയോ? കുപ്പിയകത്തുള്ളത് പോകട്ടെ, അതിന്റെ പുറത്തുള്ള നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ നിങ്ങൾ വ്യാജന്മാരാണ്, നിങ്ങളാണ് സൂഫിയാക്കൾ, നിങ്ങൾ വാദിക്കുന്നു. അതിനെതിരെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വാദിക്കും ചെയ്യും. എന്നിട്ട് അവനാന്റെ സ്ഥാപനത്തിൽ ഇരുന്ന് ഇങ്ങനെ ശൈഖായിരിക്കും. അതാണ് സാവിയ എന്ന് പറഞ്ഞാൽ. നിങ്ങളെ കേന്ദ്രത്തിൽ അതാ സിറാജുൽ ഹുദ എന്ന് പറയുന്നത്. യഥാർത്ഥ സാവിയല്ല, അതാ ഗുരുവട്ടൂരിലുള്ളത്. മനസ്സിലായോ? അല്ല സാവിയത്ത് സൂഫിയ എന്ന് പേര് വെച്ചാലൊക്കെ ആണെന്നല്ല. ഷഹറാൻ ഇമാമിന്റെ സാവിയക്കടക്കം പേര് സാവിയത്ത് സൂഫിയ എന്നാ. ഒരു മൊയ്ലിയാരിനോട് പറഞ്ഞു, ആ പേര് ആദ്യം കിട്ടിക്കണേ ഞമ്മക്ക് വെക്കുന്നു തോന്നുന്നു. ഞങ്ങൾക്ക് തസവൂഫായിട്ട് നിങ്ങൾക്ക് വല്ല ബന്ധവും വേണ്ടേ? ഒരു ബന്ധുവില്ലല്ലോ. ഒരു സജ്ജാദിയും കേട്ടിന് ഒരു സാവിയും കേട്ട് നീച്ചു വന്നതാണ്. ഈ പറഞ്ഞ അവസ്ഥയിൽ എല്ലാമുള്ള ആളുകൾ അവർക്ക് അർഹിക്കുന്ന എല്ലാ സ്ഥാനവും ഉണ്ടാവും. അവർ വരുമ്പോൾ ആളുകൾ മെയിൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ വലിയ കസേരയിൽ പോയിരിക്കുക. അതാണ് പ്രശ്നം. അതാണ് ഇമാം ഷഅറാനി തങ്ങൾ ചോദ്യം ചെയ്യുന്നത്.